ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രപ്പിന ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്നൊരു റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് ഈവനിങ്ങിൽ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. ഇവളെന്ന് വെച്ചാൽ എൻ്റെ അനിയത്ത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് മക്രോണി. അപ്പോൾ ഇതാ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കന് അതിലോട്ടേക്ക് ആവശ്യമായ വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, വലിയുള്ളി അരിഞ്ഞ് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഗ്യാസുമ്മൽ അവൾ ഇതൊക്കെ അരിയുന്ന സമയത്ത് തന്നെ ഗ്യാസുമ്മൽ മക്രോണി കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഇതാ ആയി വരുന്ന പകുതി വേവായിട്ടേ ഉള്ളൂ. ഇനി അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം, വേറെ ഒന്നിനല്ല അത് ഒട്ടി പിടിക്കാതെ ഇരിക്കാൻ. അടുപ്പത്ത് ഇതാ പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെ, ചില സമയത്ത് മനസ്സിന് മൂഡ് ശരിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, വെല്ലുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തിനാ വാടി വരാനായിട്ട് അതിലോട്ടേക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നതിന് ശേഷം നല്ല ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുറച്ചേരം മൂടി വയ്ക്കാം. വേവിച്ച് വെച്ച ചിക്കൻ ഇതാ കൈ കൊണ്ട് പിച്ച് വെച്ചതാണ്. ഇനി അതൊരു മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം ഇതാ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് മസാലപ്പൊടികളും സോസ് കാര്യങ്ങളായിട്ടൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ അവളൊരു കൈയളവാണ് കേട്ടോ. അതാണ് എനിക്ക് അളവ് അങ്ങനെ പറഞ്ഞിട്ട് കഴിയില്ല. അവളാണ് കൂടുതൽ ഇത് ഉണ്ടാക്കി തരല്. ഞാനെൻ്റെ ചേച്ചിനെങ്കിൽ അമ്മയ്ക്ക് അതെന്താ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക അവൾ ഉണ്ടാക്കി തന്നാൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസിനെ പറ്റി നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം മക്രോണിനെ കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ ഇനി അതിലോട്ടേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഗരം മസാലപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടും പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കാമെന്ന് കരുതിയിട്ടായിരുന്നു ഇപ്പോൾ വെക്കുന്നത്. അങ്ങനെ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് ചിക്കൻ വേവിച്ച് വെച്ച വെള്ളമുണ്ട്, ഒരു ഗ്ലാസോളം. ഇനി അതും കൂടി കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ അനിയത്തി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴേ ഞാൻ ഈ സാധനങ്ങളൊക്കെ കാണുന്നത്. പിന്നെ ടി വിയിൽ ഇതിലൊക്കെ കണ്ടതെന്നല്ലാതെ ഇതുവരെ തിന്നങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ ഇവള് കാരണം നമുക്ക് പുതിയ വെറൈറ്റി സാധനം തിന്നാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് അതിലോട്ടേക്ക് പാസ്ത ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നതിന് ശേഷം ചിക്കനും കൂടി ആഡ് ചെയ്യാം. ചിക്കനും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതാ നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ മസാല കൂട്ടുണ്ടല്ലോ, നമ്മൾ തക്കാളി സോസിൻ്റെയും ഗരം മസാലേൻ്റെയും ഉപ്പും എല്ലാം ഇതിൽ നല്ലോണം പിടിക്കണം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കനൊക്കെ പാസ്തൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് അലങ്കാരത്തിന് കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, കുറച്ച് വാടിപ്പോയതായിട്ട് ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പാസ്ത ഞാനൊരു പാത്രത്തിലോട്ടേക്ക് എനിക്ക് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. സ്പൂൺ കണ്ടിട്ട് ആരും വിചാരിക്കണം. അപ്പോൾ പാസ്ത സൂപ്പറായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എന്തായാലും അഭിപ്രായം പറയണം. അപ്പോൾ നല്ലൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.